CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗമായ ജെയ്സൺ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പോലീസിന് മുൻപാകെ കീഴടങ്ങിയത്. CPM ഇടപെടൽ പ്രകടമായ കേസിൽ വിമർശനം ശക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാടകീയ നീക്കം. ആദ്യം ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചിട്ടും ഇയാൾ സ്വതന്ത്രനായി വിലസുകയായിരുന്നു. സ്ത്രീത്വത്തെ അവമാനിച്ചതിനെതിരായ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യ നീക്കങ്ങൾ പാളുമ്പോൾ ഉണ്ടാകേണ്ടിയിരുന്ന നടപടികളിൽ നിന്നും പോലീസ് പിന്നോക്കം പോയിരുന്നു. ഇതിനെതിരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരവധി സമരങ്ങൾ നടത്തി. പോയ വാരം ലോ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. തുടർന്നാണ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്നും പുറത്താക്കിയത്. ഡിസംബർ 20 കോളേജിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിനിടെയാണ് KSU പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായതെന്നാണ് പരാതി. ഇടിവള കൊണ്ട് മുഖത്തിടിച്ചുവെന്നും സ്ത്രീത്വത്തെ അവമാനിച്ചുവെന്നുമാണ് 3ാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയിലെ ആരോപണങ്ങൾ. പരാതി സ്വീകരിച്ചുവെങ്കിലും പോലീസ് കേസെടുത്തില്ല. പിന്നീട് KSU പ്രവർത്തകർ ആറന്മുള സ്റ്റേഷൻ ഉപരോധിച്ചതോടെ മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതേസമയം വിദ്യാർത്ഥിനിയെ ആക്രമിച്ചു എന്ന പരാതി പച്ചക്കള്ളമാണെന്നാണ് ജെയ്സൺ ജോസഫ് വിശദീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.